നമ്മൾക്ക് നോക്കാനുള്ളത് ടാക്സ് ഇവേഷൻ ആണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിയമ വെട്ടിപ്പ് നടത്തുക, കറക്റ്റായിട്ട് ടാക്സ് കൊടുക്കാതിരിക്കുക. ഇതെന്താണ്, ഒരു ഇല്ലീഗലായിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അതായത് കറക്റ്റായിട്ടുള്ള അസറ്റ് നമ്മൾ കാണിക്കാതിരിക്കുക, അതേപോലെ കറക്റ്റായിട്ടുള്ള ഇൻകംസ് നമ്മൾ കാണിക്കാതിരിക്കുക. ഇതൊക്കെയാണ് ടാക്സ് ഇവേഷനിൽ വരുന്നത് കേട്ടോ. ഇറ്റ് ഈസ് ആൻ ഇല്ലീഗൽ ആക്റ്റ് ആണ്. ഡെലിബറേറ്റ്ലി അണ്ടർ റിപ്പോർട്ടിങ് ഇൻകം, അതായത് ഇൻകംസ് കുറച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഡിഡക്ഷൻസ് ഇൻഫ്ലാറ്റ് ചെയ്ത് കാണിക്കുക, അതായത് കൂടുതലായിട്ട് ഡിഡക്ഷൻസ് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടാക്സ് ഇവേഷൻ എന്ന് പറയാം. അതായത് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്താണ്, തെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. ഇത് ലീഗലി ചെയ്യുന്നതാണോ? അല്ല, ഇല്ലീഗലായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഫൈനും പെനൽറ്റീസും അതേപോലെ ക്രിമിനൽ ചാർജസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ടാക്സ് പ്ലാനിങ്ങും ടാക്സ് ഇവേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കൊടുത്തത്. പിന്നെ നമുക്കൊരു ടേമും കൂടി പഠിക്കാനുണ്ട്, ടാക്സ് അവോയ്ഡൻസ്. ഇതും ചോദിക്കാറുണ്ട്. അതേപോലെ ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷനും തമ്മിലുള്ള ഡിഫറൻസും ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ അത് രണ്ടും പഠിക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് നോക്കാം. ടാക്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലീഗലായിട്ട് നമ്മൾ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലീഗലാണ്, നമ്മൾ നിയമത്തിന് വെട്ടിപ്പ് നടത്തുന്നതാണ്. പിന്നെ ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, മിനിമൈസ് ടാക്സ് ലയബിലിറ്റി വിത്തിൻ ദി ലോ, അതായത് നിയമത്തിൽ നിന്നുകൊണ്ട് ടാക്സ് ലയബിലിറ്റീസ് റെഡ്യൂസ് ചെയ്യുന്നതാണ് ടാക്സ് പ്ലാനിങ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാലോ, അതായത് ടാക്സ് വെട്ടിപ്പ് നടത്തുന്നതാണ്, മിസ്റെപ്രസെൻറ്റിങ് ഫാക്റ്റാണ്, അതായത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട്. പിന്നെ കംപ്ലൈൻസ് എന്താണ്, കംപ്ലൈൻ വിത്ത് ടാക്സ് ലോസ് ആൻഡ് റെഗുലേഷൻസ്, അതായത് ടാക്സ് ലോസും അതേപോലെ റെഗുലേഷൻസൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് ചെയ്യുന്നത്. പക്ഷേ ടാക്സ് ഇവേഷൻ എങ്ങനെയാണ്, ടാക്സ് ലോസ് വയലേറ്റ് ആണ് ചെയ്യുന്നത്. പിന്നെ സ്ട്രാറ്റജീസ്, ലീഗൽ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നത്. ഏതിൽ, ടാക്സ് പ്ലാനിങ്ങിൽ. ടാക്സ് ഇവേഷനിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, ഹൈഡിങ് ഇൻകം, ഇൻഫ്ലേറ്റിംഗ് എക്സ്പെൻസ്, അതായത് ഇൻകം കുറച്ചിട്ടും എക്സ്പെൻസ് കൂട്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താ, ട്രാൻസ്പെറൻറ്റിൻ്റെ കേസ് എങ്ങനെയാണ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഡിസ്ക്ലോസ് ടു ടാക്സ് അതോറിറ്റീസ്. മറ്റേതെന്താണ്, ഹിഡൻ ആൻഡ് ഇൻറ്റൻഷനലി ഡിസെപ്റ്റീവാണ്, അതായത് കറക്റ്റായിട്ട് നമ്മൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, മറച്ചു വെക്കുന്നതാണ്. പിന്നെ അതായത് കറക്റ്റ് ഉള്ളത് ഹിഡൻ ചെയ്യുന്നതാണ്, മറ്റേത് ട്രാൻസ്പെറൻ്റ് ആണ്. പിന്നെ കോൺസിക്വൻസ് എന്താണ്, ലീഗലി പെർമിസിബിൾ ആണ്, നമുക്ക് ലീഗലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ പെനൽറ്റി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ടാക്സ് ഇവേഷൻ്റെ കോൺസിക്വൻസ് എന്താണ്, ഫൈനും പെനൽറ്റീസും പൊട്ടൻഷ്യൽ ക്രിമിനൽ ചാർജസൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അഡ്വൈസബിലിറ്റി, എൻകറേജ്ഡ് ആൻഡ് റെക്കമെൻഡഡ്, അതായത് ടാക്സ് പ്ലാനിങ് എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നതാണ്, എൻകറേജ് ചെയ്യുന്നതാണ്. പക്ഷേ ടാക്സ് അവോയ്ഡൻസ് എന്താണ്, ഇല്ലീഗൽ ആൻഡ് അൺഎത്തിക്കലാണ്. പിന്നെ അതിന് എക്സാമ്പിൾസ് എന്താ കൊടുത്തത്, കോൺട്രിബ്യൂട്ടിങ് ടു റിട്ടയർമെൻറ്റ് അക്കൗണ്ട്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം ടാക്സ് പ്ലാനിങ് ചെയ്യും. പിന്നെ ടാക്സ് ഇവേഷൻ, അണ്ടർ റിപ്പോർട്ടിംഗ് ഇൻകം ഓർ ഇൻഫ്ലാറ്റിംഗ് ഡിഡക്ഷൻസ്, അതായത് കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട്സ് കൊടുക്കാതിരിക്കുന്നത് ടാക്സ് ഇവേഷന് ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ.